ഹലോ മധുവേട്ടാ. അച്ഛന്ന് വിളിക്കാം. ഞാൻ അതും കൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരാം. അപ്പൊ എല്ലാവർക്കും കാണാലോ. ഓക്കെ ശരി അച്ഛാ. താലി എടുക്കാൻ മറന്നല്ലേ? മോനെ ബിനീഷേ, പലപ്പോഴും ഞാൻ കാണിക്കുന്ന ക്ഷമ നിന്റെ അമ്മായിയപ്പൻ നിന്നോട് കാണിച്ചില്ലെന്ന് വരും. പിന്നെ ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലടാ. ഞാൻ ഇവിടെ വില്ലേജ് ഓഫീസിൽ കരമടച്ച രസീത് വാങ്ങാൻ. താലിമാല ഉഗ്രനായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച അതേ ഫാഷൻ തന്നെ വാങ്ങിയല്ലോ. ഞാനത് എന്താ ഞാൻ നാളെ തന്നെ അത് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവരാം. എന്നും എടുക്കണമെന്ന് ഓർക്കും, പക്ഷെ ഇറങ്ങാൻ നേരത്ത് മറന്നു. ഇതെടുക്കാൻ മറക്കില്ലല്ലോ അല്ലേ? ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി അമ്മായിപ്പനും മരുമകനും ഒരുമിച്ച് വന്നോ? കല്യാണം കഴിഞ്ഞാലല്ലേ മരുമകനാവൂ. വാടി. കേറ്. ആയിക്കോട്ടെ. ഇവനിപ്പോ എത്ര പാക്കറ്റ് സിഗരറ്റ് വലിക്കും? ഇല്ല, ബിനീഷ് ഇപ്പൊ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല. ഉറപ്പാണ്? അതെ, ഉറപ്പാ. നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. തീരുമാനം എടുക്കാൻ ഇനിയും സമയമുണ്ട്. നിന്റെ തന്നെ ലൈഫാ, അതോർത്തോ. ഞാൻ താലി കൊണ്ടുവന്നിട്ടുണ്ട്. ശൈലജേ. എന്താ? ബിനീഷോ? മോളെ ദേവി, ഇങ്ങോട്ട് വാ. ആരാ വന്നോ നോക്ക്. മോനെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇന്നും മറന്നോ? ഇല്ലില്ല. ഇതല്ലേ എന്താണ്? ഞാൻ താലിമാല സുഹൃത്തിന്റെ പാക്കറ്റിൽ കൊണ്ടാണ് പ്രശ്നമായത്. ഞാൻ ഇത് എവിടെ വെച്ചാലും മറക്കും. ഇതാവും എടുക്കാൻ മറക്കുമല്ലോ. ദേവി, ഇങ്ങനെയാണോ എന്റെ താലിമാല കൊണ്ടുവരുന്നേ? ഇങ്ങനെയാണോ എന്റെ താലിമാല കൊണ്ടുവരുന്നേ? അല്ലാതെ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടല്ലേ. മറക്കാതിരിക്കാൻ ദേവി, ഒരു സിഗരറ്റ് വലി. സിഗരറ്റ് ഒടിക്കില്ലേ? താൻ പൊക്കോ. ദേവി, തന്നോട് പോവാനാ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേക്ക് ദേവി. പോടുന്ന്. ഇതും കൂടെ കൊണ്ടുപോയിക്കോ.
അച്ഛ വേണ്ട ചാച്ച, മാറടി. അച്ഛ വേണ്ട. ഇറങ്ങടാ പുറത്ത്. അച്ഛ വേണ്ട, വിട്ടേക്ക്. കുറച്ച് മാന്യത കാണിച്ചപ്പോ തലേ കയറുന്നു. അതോട്ടാ ഞാൻ ദേവി സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ദേവി ദേവി പ്ലീസ് പ്ലീസ്, ഞാൻ അമ്മയാണ് സത്യം, ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. സിഗരറ്റ് വലി ഞാൻ നിർത്താൻ നോക്കിക്കോളാം. ഓ നിർത്താൻ നോക്കിക്കോളാം അല്ലേ? അല്ല, ഞാൻ ശരിക്കും നിർത്തിക്കോളാം. ദേവി എനിക്ക് നീലാണ്ട് പറ്റില്ല ദേവി. ദേവി ഇനി നീ സിഗരറ്റ് വലി നിർത്തിയാലും എന്റെ മനസ്സിൽ നീ ഉണ്ടാവില്ല. പോക്കോ.